ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് കേരളത്തിൽ ഒതുങ്ങിയതിന് പിന്നാലെ വോട്ട് കണക്കിലും LDFന് വലിയ തിരിച്ചടിയാണ്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. നിയമസഭാ മണ്ഡലങ്ങളിൽ 18 മാത്രമാണ് മുന്നിലെത്താനായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമല്ലെന്ന് CPIM ആവർത്തിക്കുമ്പോഴാണ് വോട്ട് കണക്കുകൾ ചോദ്യചിഹ്നമാകുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 111ലും UDF ആണ് കൂടുതൽ വോട്ട് നേടിയത്. നിലവിൽ 99 സീറ്റുള്ള LDFന് 18 മാത്രമാണ് മേൽക്കൈ ലഭിച്ചത്. 11 BJP മുന്നിലെത്തിയെന്നതും LDFന് കനത്ത തിരിച്ചടിയായി. തൃശൂരിൽ 6ഉം തിരുവനന്തപുരത്ത് 3ഉം ആറ്റിങ്ങലിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ലീഡ് നേടിയത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP ഒപ്പത്തിനൊപ്പമുണ്ട്. UDFിൽ നിന്ന് BJP സീറ്റൊന്നും പിടിച്ചതുമില്ല. LDFിൽ നിന്ന് UDF പിടിച്ചത് 70 സീറ്റുകളാണ്. പാറശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ചിറയൻകീഴ്, ചെങ്ങന്നൂർ, ദേവികുളം, ഉടുമ്പൻചോല, വടക്കാഞ്ചേരി, തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ LDFന് വോട്ട് ചോർച്ചയുണ്ടായി. UDF 41 സീറ്റ് നിലനിർത്തിയപ്പോൾ LDF നിലനിർത്തിയത് 18 സീറ്റുകൾ മാത്രം. മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും CPMന് തിരിച്ചടി നേരിട്ടു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും UDF കത്തിക്കയറി. 24 തിരുവനന്തപുരം.